ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ടൂൾസിൻ്റെ ഈ ഒരു മലയാളം സീരീസിൽ സോഹോ ബുക്സ് യൂസ് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ ഒരു ടൂൾ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പർച്ചേസ് ബിൽസിൻ്റെ ഓട്ടോമേഷന് വേണ്ടിയിട്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി വർക്കേഴ്സ് കൂടുതലധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് പർച്ചേസ് ബിൽസ് എൻട്രി ചെയ്യാനായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അതേപോലെ തന്നെ പ്രൊഡക്ട്സും ബൾക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെന്റ് അത്യാവശ്യം ലെങ്തി ആയിരിക്കും. അതിൽ ഇറർ ഒന്നും വരാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി ചെയ്യുന്ന പ്രോസസ്സ് കുറേയധികം സമയം എടുക്കുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഒരു ടൂളിനെയും കൊണ്ട് ചെയ്യിപ്പിച്ചാലോ? അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും ചെയ്യും. അതിലൊട്ട് ഇറേഴ്സ് ഉണ്ടാവാനും ചാൻസ് ഉണ്ടാവില്ല. അതിനായിട്ട് സോഹോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പവർ ടൂളാണ് ഓട്ടോ സ്കാൻ എന്നുള്ളത്. ഈ ഒരു ടൂള് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പർച്ചേസ് ബിൽസ് എങ്ങനെ നമുക്ക് ഈ ടൂൾ വഴി ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോഹോ ഓട്ടോ സ്കാൻ എന്ന് പറയുന്നത് ഒരു പവർ ഡോക്യുമെന്റ് സ്കാനിങ് ടൂളാണ്. ഇത് നമുക്ക് സോഹോ ബുക്സിലാണെങ്കിലും സോഹോ എക്സ്പെൻസിലാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോഹോ ബുക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? പർച്ചേസ് ബിൽസ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് സ്കാൻ ചെയ്ത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാനായിരിക്കും. അതേ സമയത്ത് സോഹോ എക്സ്പെൻസിലേക്ക് വരുന്ന സമയത്ത് എംപ്ലോയീസിന്റെ ക്ലെയിംസ്, എംപ്ലോയീസ് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസിന്റെ റെസീപ്റ്റ്സ് ഓട്ടോ സ്കാൻ ചെയ്തുകൊണ്ട് അതിൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാനായിരിക്കും സോഹോ എക്സ്പെൻസിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് നമുക്ക് പർച്ചേസ് ബില്ലിന്റെ എൻട്രി ഓട്ടോമേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന പർച്ചേസ് ബില്ല് അത് അതിന്റെ റീഡർ വെച്ച് റീഡ് ചെയ്യും. അതിനുശേഷം അതിലുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് അത് നമ്മുടെ ആ ഒരു ബുക്സിലേക്ക് എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യും. പർച്ചേസ് ബില്ലിന്റെ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് മുന്നേ തന്നെ നമുക്ക് മാനുവലായിട്ട് ഇത് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂളിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ് ഫ്ലോയിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നമ്മൾ ഡോക്യുമെന്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, പർച്ചേസ് ബില്ല്, അല്ലെങ്കിൽ നമുക്കത് ഇമെയിൽ ചെയ്യാനും പറ്റും ഈ ഒരു ടൂളിലേക്ക്. അടുത്തതായിട്ട് OCR വഴി നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് സിസ്റ്റം സ്കാൻ ചെയ്യുന്നുണ്ടാവും. അതിലുള്ള ഡാറ്റ കീ, ഇപ്പോൾ പർച്ചേസ് ബില്ലാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കീ ഡാറ്റ എന്ന് പറയുന്നത് വെൻഡർ നെയിം, അതുപോലെ തന്നെ ബിൽ ഡേറ്റ്, ബിൽ നമ്പർ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ നെയിം, ക്വാണ്ടിറ്റി, റേറ്റ്, GST, ഈ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട പർച്ചേസ് അക്കൗണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് കോഡ്, ഇതിനൊക്കെ നമുക്ക് സജഷൻസും തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇത് സജഷൻ തരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ഈ ബില്ല് എങ്ങനെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഈ വെൻഡറിന്റെ അടുത്ത് നിന്ന് വാങ്ങിയ ബില്ലിൽ നമ്മൾ ഏതൊക്കെ ലെഡ്ജേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെഡ്ജേഴ്സ് ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് നമുക്ക് സജഷൻസ് തരുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് മാനുവലായിട്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയും തരുന്നുണ്ട്. നമുക്ക് റിവ്യൂ ചെയ്ത് ഏതെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇതൊരു എൻട്രി ആയിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്കിത് അപ്രൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സോഹോ ബുക്സിലേക്ക് ഇത് പർച്ചേസ് ബില്ലായിട്ടായിരിക്കും പോസ്റ്റ് ആവുന്നത്. ഈ പർച്ചേസ് ബില്ലിന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സപ്ലയറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന മെറ്റീരിയൽസിന്റെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസിന്റെ ബില്ലായിരിക്കാം. ഏത് ബില്ലാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബില്ലിൽ നമുക്ക് GST ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കേണ്ട ഡാറ്റ ഉണ്ടെങ്കിൽ ആ എൻട്രിയും ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവും. അതുവഴി നമുക്ക് ഇത് നമ്മുടെ GSTR 3Bയിലൊക്കെ ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലക്ട് ആവും നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ആയിട്ട്. സോഹോ ഓട്ടോ സ്കാനിന്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അപ്ലോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ വഴിയുള്ള ഓട്ടോ ഫോർവേഡിംഗ് ഓപ്ഷനും സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ഫോർമാറ്റ് ഇവർ സപ്പോർട്ട് ചെയ്യും. PDF, JPG, PNG, സ്കാൻ കോപ്പീസ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫോമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് AI ആൻഡ് OCR ബേസ്ഡ് ആയിരിക്കും ഈ സ്കാനിങ്ങും അതുപോലെ തന്നെ ഡാറ്റ എക്സ്ട്രാക്ഷനും. ദെൻ GSTന്റെ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യും. നമ്മുടെ ഇതിലുള്ള IGST ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ CGST, SGST ആണെങ്കിൽ അങ്ങനെ ഈ ഡാറ്റ എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. ദെൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസ് ലെഡ്ജറിന്റെ സജഷൻസും തരുന്നുണ്ടാവും. ഒരു അക്കൗണ്ടന്റിന് ഇതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ മാനുവലായിട്ട് ബില്ല് എൻട്രി ചെയ്യേണ്ട ടൈമാണ് ഇവിടെ സേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആ എൻട്രി ചെയ്യുന്ന പ്രോസസ്സിലെ ആക്യുറസി എന്താണേലും ഇംപ്രൂവ് ആവും. അവിടെ ഇറേഴ്സ് ഒന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ GST ഫയൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഡാറ്റ എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ GST നമ്മൾ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം നമ്മളെ സപ്ലയർ ഫയൽ ചെയ്യുന്നുണ്ടാവും. അവർ ഫയൽ ചെയ്യുന്ന ഡാറ്റയായിട്ട് എപ്പോഴും നമ്മുടെ ഡാറ്റ മാച്ച് ആയിരിക്കും. ദെൻ റിയൽ ടൈം റെക്കോർഡിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു പർച്ചേസ് ബില്ല് വന്നതിന് ശേഷം എൻട്രി ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ റിപ്പോർട്ടിനെ അത് അഫക്ട് ചെയ്യും. അതേ സമയത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വരുന്ന ബിൽസ് എല്ലാം അപ്പം തന്നെ സ്കാൻ ചെയ്ത് വിടുകയാണെങ്കിൽ
ആ റിയൽ ടൈം ആയിട്ടുള്ള എൻട്രി പോസ്റ്റ് ആവുകയും നമുക്ക് നമ്മുടെ റിയൽ ടൈം റിപ്പോർട്ട്സ് ഒക്കെ കാണാനായിട്ടും പറ്റും. ഇതിന്റെ പ്രൈസിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ നമുക്ക് മന്ത്ലി 50 ഓട്ടോ സ്കാൻസ് ആണ് തരുന്നത്. അതിന്റെ റേറ്റ് 499 ആണ്. നമ്മൾ മന്ത്ലി ആണ് ബില്ല് ചെയ്യുന്നതെങ്കിൽ ഇനി ആനുവലിലേക്ക് പോകുന്ന സമയത്ത് 419 ആണുള്ളത്. UAE-ലെയും സൗദി അറേബ്യയിലെയും പ്രൈസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിന്റെ വർക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സോഹോ ബുക്സിന്റെ ലെഫ്റ്റ് മോഡ്യൂളിൽ താഴെയായിട്ട് ഡോക്യുമെന്റ്സ് എന്ന് കാണാം. ഇവിടെ നമ്മൾ ആദ്യം ഇനേബിൾ ഓട്ടോ സ്കാൻ എന്നുള്ളത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ പർച്ചേസ് ബില്ല് നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോ സ്കാൻ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡോക്യുമെന്റ് സ്കാൻ ആവുകയും അതിനുശേഷം അതിന്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് കാണിക്കുകയും ചെയ്യും. പർച്ചേസ് ബില്ലാണെങ്കിൽ ഇതാണ് വെണ്ടർ, ഇതാണ് ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, അതേപോലെ തന്നെ ബില്ലിലുള്ള പ്രൊഡക്ട്സും ക്വാണ്ടിറ്റിയും എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. നമ്മൾ അപ്രൂവ് ചെയ്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്സിലേക്ക് അത് പർച്ചേസ് ബില്ലിന്റെ എൻട്രി ആയിട്ട് പോസ്റ്റ് ആവും. ഇനി നമ്മൾ ഓട്ടോ സ്കാൻ പർച്ചേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ഇവിടുന്ന് ആഡ് ചെയ്യാനായിട്ട് വരും. ആഡ് ടു എന്നുള്ളത് കൊടുത്തിട്ട് ന്യൂ ബിൽ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഓൾറെഡി നമ്മുടെ വെണ്ടർ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു വെണ്ടർ ക്രിയേറ്റഡ് ആണെങ്കിൽ വെണ്ടറിനെ ഓട്ടോമാറ്റിക് ആയിട്ട് പിക്ക് ചെയ്യും. അതേപോലെ തന്നെ ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, ഈ കാര്യങ്ങളും കൂടെ കൊണ്ടുവരും. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, അതിന്റെ ക്വാണ്ടിറ്റിയും റേറ്റും കൊടുത്തിട്ട് സേവ് ആസ് ഓപ്പൺ എന്നുള്ളത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൾക്കായിട്ട് ഇതുപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ പർച്ചേസ് ബിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഓട്ടോ സ്കാൻ എന്നുള്ള ഒരു ആഡ് ഓൺ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.